മസ്തിഷ്ക ചോർച്ച സംഭവിക്കുന്നില്ലെന്നാണ് പല ആളുകളും പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ മസ്തിഷ്ക ചോർച്ച സംഭവിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ സാഹചര്യത്തിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഇവിടെ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ പലപ്പോഴും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഇവിടുത്തെ വിദ്യാഭ്യാസമൊക്കെ വളരെ നല്ല നിലയിലുള്ള വിദ്യാഭ്യാസമുണ്ട്. അങ്ങനെ ആരും പറയരുത്, വിദ്യാഭ്യാസത്തിന്റെ യാതൊരു കുറവുമില്ല. അതിനെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്ക് പറഞ്ഞു. അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് സിലബസ് ആയിപ്പോഴും ഒരുപാട് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് വീട് വിട്ട് വെളിയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം ഇവിടെ എന്താ പറയണ ഒരുപാട് കുരുട്ടുകൾ അല്ലേ, അതല്ലേ സൂചിപ്പിച്ചത്. ഞാൻ അതിനോട് യോജിക്കുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ആണോ എന്റെ പൊന്നെ ജെൻസിയുടെ മൈൻഡ് സെറ്റ് മധുനായർ. അയ്യോ ഇതേ ഉണ്ടല്ലോ, ഒരു 16-17 നിൽക്കാൻ തുടങ്ങിയിട്ട് 30 വർഷമായി. ഒരു രക്ഷയില്ല. മികച്ച വിദ്യാഭ്യാസം കിട്ടും, പക്ഷെ അവർക്ക് അതിനനുസരിച്ചുള്ള ജോലി കിട്ടാൻ കുറച്ചു പേർക്കൊക്കെ കിട്ടും. പക്ഷെ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലിയും അതിനനുസരിച്ചുള്ള സാലറിയും കിട്ടുന്നില്ല. അല്ല, എന്താ പ്രശ്നം അറിയോ? വെളിയിൽ പോയി കഴിഞ്ഞാൽ സാലറി കൂടുതൽ, സോഷ്യൽ സെക്യൂരിറ്റി, പെൻഷൻ. അതെ, അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തണം. അതോടൊപ്പം തന്നെ അവരുടെ ഫാമിലിയുടെ സാമ്പത്തിക ഭദ്രതയും കൂടെ ഉറപ്പാക്കാൻ പറ്റും. നമ്മുടെ നാട്ടില് 30 വർഷം ജോലി ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറി അവർക്ക് ഒരു 8-10 വർഷം കൊണ്ട് സമ്പാദിക്കാൻ പറ്റും. ഒരു സമയം അവർക്ക് സമ്പാദിച്ചു കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വന്നാലും ഇദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ കാലവും ഒരുപോലെ നിൽക്കില്ല. ഞാൻ ഈ ഓമനപ്പേരിറ്റി ട്രംപിസം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ നാട്ടുകാർ. അപ്പൊ അവിടെ ഈ പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടുന്ന് 1-2 മലയാളി വിളിച്ചു ചോദിച്ചു, ഇവിടെ ഇപ്പൊ എങ്ങനെയാ കാര്യങ്ങളെന്ന്. കാര്യം അവിടെ നിന്ന് അങ്ങനെ കുറ്റിയും പറിച്ച് പോരേണ്ടി വന്നാലേ ഇവിടെ എങ്ങനെയാണ് കാര്യം, അവർക്ക് അവിടെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്ത് തുടങ്ങി. കഴിഞ്ഞ വർഷം ഈ നമ്മുടെ മദ്രാസ് IIT-യിൽ നിന്ന് സ്റ്റെം കോഴ്സിൽ ഒരു ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ഒരു വിദ്യാർത്ഥി, ഞാൻ അയാളെ കോട്ട് ചെയ്യാണ്. കാരണം നമ്മൾ ഈ എന്താണ് ഈ സാമൂഹികത, അയാൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പഠിക്കുന്ന സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, ഇതൊന്നും മറ്റു മനുഷ്യരുടെ ജീവിതം നശിപ്പിക്കാൻ ഉപയോഗിക്കാതിരിക്കാമെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇത് ഇങ്ങനെ ഒരു ബോധമുള്ളൊരു വിദ്യാർത്ഥി, ഇത്തരം ധാർമ്മികതയുള്ളൊരു വിദ്യാർത്ഥിക്ക്, അത്തരം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുമോ? പറ്റില്ലേ? പറ്റണമല്ലോ. ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അതെ, നിങ്ങൾ അത്യാവശ്യം ഇംഗ്ലീഷ് മനസ്സിലായിട്ടില്ല. അമേരിക്കയിലെ അത്യാവശ്യം വളരെ പ്രശസ്തനായിട്ടുള്ള ആള്. ഞാൻ പഠിച്ച മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ബാക്കിയുള്ളവരെ ദ്രോഹിക്കാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവണില്ല. അത് വളരെ നീണ്ടൊരു ചർച്ചയാണ്. അറിവെന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു പുണ്യകർമ്മമൊന്നും അല്ല. അറിവ് വെച്ചിട്ട് തന്നെയാണ് ആളുകൾ ഏറ്റവും ദുഷ്ടകർമ്മങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ അറിവെന്ന് പറയുന്നത് കേവലം ഒരു പോസിറ്റീവ് കാര്യമായിട്ട് മാത്രം എടുക്കണ്ട. കേരളത്തിലെ ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയത്തിന്റെ അടിസ്ഥാനപരമായ സാമ്പത്തിക പശ്ചാത്തലം കേരളത്തിൽ ഏകദേശം 60% മിഡിൽ ക്ലാസൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞു. അവർ സ്വാഭാവികമായിട്ടും അസ്പയറിംഗ് ആണ്, കൂടുതൽ ഉയർന്ന തലങ്ങളിലേക്ക് പോകണം. മാത്രമല്ല അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, ലോൺ കിട്ടും, തിരിച്ചടയ്ക്കാൻ കഴിയും. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഇവിടെ പലരും പറഞ്ഞു കേരളത്തിൽ ശമ്പളം കൂടുതൽ കൊടുക്കുന്ന ജോലി ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കും എന്ന്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഈ പറയുന്ന 6 ലക്ഷം ആളുകൾക്ക് നഴ്സിംഗ് തൊഴിൽ അവർ ക്വാളിഫൈ ചെയ്താൽ ഇവിടെ എങ്ങനെയാണ് അവർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുക? മാത്രമല്ല ഇവരെല്ലാവരും പോകുന്ന ഒരു രാജ്യത്തേക്കല്ലല്ലോ, ലോകത്തെ പല രാജ്യങ്ങളിലേക്കാണ്. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അറിയാമല്ലോ, പല രാജ്യങ്ങളിലും വാതിൽ അടഞ്ഞു കഴിഞ്ഞു. 6 ലക്ഷം നഴ്സുമാരെ കേരളത്തിൽ പഠിപ്പിച്ചിറക്കിയാൽ അവർക്ക് തൊഴിൽ കൊടുക്കാൻ കേരളത്തിൽ കൊടുക്കാൻ പറ്റില്ല, പുറത്തു കൊടുക്കാലോ. രാജ്യത്തെ ഹോസ്പിറ്റലിലല്ലേ, അതുകൊണ്ട് അവർ പുറത്തു പോയി പഠിക്കുന്നുണ്ടോ? ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.